അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് രാജ്യത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. RSSും BJPയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. മോദി സർക്കാരിന് മിണ്ടാട്ടമില്ല എങ്കിലും BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് BJPയും RSSും വിശ്വസിക്കുന്ന ഉത്തർപ്രദേശിൽ അയോധ്യ സംഭാവന തട്ടിപ്പ് BJPക്കുള്ളിലും RSSുള്ളിലും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. വമ്പന്മാർ കുടുങ്ങുമെന്ന സൂചന പുറത്തു വരുന്നുണ്ട്. പക്ഷേ അന്വേഷണം എങ്ങോട്ടെത്തുമെന്ന ചോദ്യവും ഉയരുകയാണ്. ഇത് പ്രതിപക്ഷം വലിയ ആയുധമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് BJPക്ക് ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് ഉള്ളത്. കോൺഗ്രസ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് അയോധ്യ രാമക്ഷേത്ര തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും വൻ അഴിമതിയാണ് നടന്നത് എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. സാധാരണക്കാരായ തൊഴിലാളികൾക്ക് മാത്രമായി CCTVകൾ ഓഫാക്കി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്താൻ കഴിയില്ല. ഇതിന് പിന്നിൽ വമ്പൻ ഷ്രാവുകൾ ഉണ്ട് എന്ന് വ്യക്തമാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. സംഭാവന പിരിക്കാൻ ആഹ്വാനം നൽകിയ നേതാക്കൾ ഇതിന് മറുപടി പറയണമെന്നും ഈ ക്രൂരമായ പ്രവൃത്തിയിൽ പങ്കാളികളായവർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും പ്രിയങ്ക ആഞ്ഞടിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി ഉത്തർപ്രദേശിൽ രംഗത്ത് വരികയാണ്. ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് BJPക്കുള്ളിലും RSSനും കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായി ശ്രീരാമന്റെയും അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ഭക്തരുടെയും വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് നടന്ന ഈ കൊള്ളയും തട്ടിപ്പും രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുക എന്നാണ് പ്രിയങ്ക ഗാന്ധി ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. രാമക്ഷേത്രത്തിൽ മോഷണം നടത്തിയവർ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളെ നിഷേധിക്കുന്ന വലിയ പാപമാണ് ചെയ്തത് എന്നും പ്രിയങ്ക പറഞ്ഞു. കോൺഗ്രസും ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി കൂടി ഈ അയോധ്യ രാമക്ഷേത്ര തട്ടിപ്പ് വലിയ വിഷയമാക്കി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ തന്നെ ഉത്തർപ്രദേശിലേക്ക് എത്തി. അവിടെ എത്തി സാധാരണ ജനങ്ങളെയും ഭക്തരെയും ഒക്കെ കണ്ട് വലിയ രീതിയിൽ BJPക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം എങ്ങനെയും തീർപ്പാക്കിയില്ല എങ്കിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഉരുക്കുകോട്ട എന്ന് വിശ്വസിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരു കനത്ത തിരിച്ചടി BJPക്ക് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ RSS നേതൃത്വവും BJPയും വലിയ കരുതലിലാണ് മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ പ്രതിപ്പട്ടികയിലേക്ക് വരുമെന്ന സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.